നമസ്കാരം. സംവിധായകൻ രഞ്ജിത്തിൻ്റെയും നടൻ സിദ്ദിഖിൻ്റെയും രാജി അനിവാര്യമാണെന്ന് ചലച്ചിത്ര സംവിധായകൻ ആഷിഖ് അബു പറഞ്ഞു. ആരോപണം നേരിടുന്ന സംഘത്തിൽ സൈക്കോപാത്തുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉത്തരവാദികളെക്കൊണ്ട് ജനം മറുപടി പറയിക്കും. സാങ്കേതികത്വം പറഞ്ഞ് സർക്കാർ നടപടി എടുക്കാത്തത് നീതീകരിക്കാനാവില്ല. ഈ വിഷയത്തിലെ പ്രതികരണങ്ങൾ ഇടതുപക്ഷത്തെ താറടിക്കുന്നതല്ല എന്നും ആഷിഖ് അബു പറഞ്ഞു. എന്തുകൊണ്ടാണ് പലരും നിശബ്ദത പാലിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. സിനിമാ മേഖലയിൽ ഇത്രയും കാലം വലിയ നിശബ്ദതയായിരുന്നു. ഇപ്പോൾ കുറച്ച് സ്ത്രീകളാണ് സംഘം ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത്. ക്രിമിനലുകളായ ആളുകൾ ഈ മേഖലയിലുണ്ട്. അവർ സൈക്കോപാത്തുകളാണ്. ഒരു ശുദ്ധീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ പ്രതീക്ഷിക്കുന്നു. സാങ്കേതികത്വം പറഞ്ഞ് നടപടി എടുക്കാതിരിക്കുന്നത് നീതികേടാണ്. അതിലെ വിമർശനങ്ങളാണ് പുറത്തു വന്നത്. അല്ലാതെ ഇടതുപക്ഷത്തിന് എതിരായ നീക്കമല്ല ഇപ്പോഴത്തേത് എന്നും ആഷിഖ് അബു പ്രതികരിച്ചു. ലൈംഗിക ഉദ്ദേശത്തോടെ അപമര്യാദയായി പെരുമാറി എന്ന ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് രഞ്ജിത്ത് രാജിവെച്ചത്. സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഇടതുമുന്നണിയിൽ അടക്കം അഭിപ്രായമുയർന്നിരുന്നു. പിടിച്ചു നിൽക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെയാണ് രഞ്ജിത്ത് പടിയിറങ്ങിയത്. എതിർപ്പ് അതിശക്തമായതോടെ സർക്കാരും CPM-ഉം രഞ്ജിത്തിനെ കൈവിട്ടു. പ്രതിപക്ഷം കടുപ്പിച്ചതിനൊപ്പം CPI പോലും രാജി ആവശ്യപ്പെട്ടതും AYF പരസ്യ പ്രതിഷേധം സംഘടിപ്പിച്ചതുമെല്ലാം സർക്കാരിനെ വെട്ടിലാക്കി. യുവനടി ഉന്നയിച്ച പീഡന ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖും രാജിവെച്ചു. സംഘടനാ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് ഇമെയിലായിട്ടാണ് രാജിക്കത്ത് സമർപ്പിച്ചത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ രാജിവെക്കുന്നു എന്നാണ് കത്തിലുള്ളത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ ആരോപണങ്ങൾ തുടരുന്നതിനിടെ ഫേസ്ബുക്കിൽ കുറിപ്പുമായി നടിമാരായ മഞ്ജു വാര്യരും രമ്യ നമ്പീശനും സംവിധായിക കൂടിയായ ഗീതു മോഹൻദാസും രംഗത്ത് വന്നു. ആക്രമിക്കപ്പെട്ട നടിയുടെ പോരാട്ടം എത്രത്തോളം പ്രസക്തമാണെന്ന് 3 പേരും കുറിപ്പിൽ പറയുന്നു. 3 പേരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ദുരനുഭവം നേരിട്ട സഹപ്രവർത്തകയുടെ പോരാട്ടത്തെ ഓർമ്മിപ്പിച്ചത്. ഇപ്പോൾ നടക്കുന്ന എല്ലാത്തിനും പിന്നിൽ ഒറ്റ സ്ത്രീയുടെ കരുത്താണെന്ന് മറക്കരുത് എന്ന് ഗീതു മോഹൻദാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പൊരുതാനുള്ള അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ് ഇതെന്നും ഗീതു കൂട്ടിച്ചേർത്തു. ഇതേ വാക്കുകൾ മഞ്ജു വാര്യരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പറഞ്ഞത് സത്യം എന്ന് മഞ്ജു വാര്യർ ഗീതു മോഹൻദാസിൻ്റെ പോസ്റ്റിന് താഴെ കമൻറ്റും ചെയ്തു. ഈ ലോകം ഇവിടെ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ആത്മാഭിമാനത്തോടെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ആരുടെയും ഔദാര്യമല്ല എന്നും അത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണെന്നും സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന എൻ്റെ പ്രിയ സുഹൃത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്നും രമ്യ നമ്പീശൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ഒന്നും മറക്കരുത് എന്നാണ് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒരു സ്ത്രീ പോരാടാൻ തീരുമാനിച്ചിടത്തു നിന്നാണ് എല്ലാം തുടങ്ങിയത് എന്നും മഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചു. നേരത്തെ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർക്കെതിരെ വിമർശനമുയർന്നിരുന്നു. ഇതിനെതിരെ WCCയും രംഗത്ത് വന്നിരുന്നു. WCCയുടെ സ്ഥാപക അംഗം സിനിമയിൽ സ്ത്രീകൾക്ക് പ്രശ്നമില്ല എന്ന് മൊഴി നൽകി എന്ന പരാമർശമാണ് വിമർശനത്തിലേക്ക് നയിച്ചത്. അതേസമയം യുവനടിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നടൻ സിദ്ദിഖിനെതിരെ പരാതി നൽകി. സിദ്ദിഖിനെതിരെ കൊച്ചി പോലീസ് കമ്മീഷണർക്കാണ് പരാതി. വൈറ്റില സ്വദേശിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സിദ്ദിഖിനെതിരെ പോക്സോ കേസ് ചുമത്തണം എന്നാണ് പരാതിയിൽ ആവശ്യം. അതേസമയം സംവിധായകൻ രഞ്ജിത്തിനെതിരെയും കേസെടുക്കണമെന്നും പരാതിയിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് സൂചന. പോലീസ് പരാതി പരിശോധിച്ചു വരികയാണ്. ആരോപണം ഉയർന്നതോടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചിരുന്നു. യുവ നടിയുടെ ഗുരുതര ലൈംഗിക ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത്. അമ്മ പ്രസിഡന്റ് മോഹൻലാലിനാണ് സിദ്ദിഖ് രാജിക്കത്ത് നൽകിയത്.